നമസ്കാരം. വീണ്ടും മടിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് ഒരു ₹130 ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. വെള്ളി അവിടെ തന്നെ ഇരിക്കുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വെള്ളി 2,66,000 രൂപയാണ്. അതായത് ₹266. കച്ചാ എണ്ണയുടെ വില തിരികെ കൂടി 93 ചെന്നിരിക്കുന്നു. അതിന് RBI പമ്പടിച്ച് 94.20 വരയ്ക്കും എടുത്തോണ്ട് വന്നു. 94.80 വരയ്ക്കും തിരികെ ചെന്നിരിക്കുന്നു. 5 തീർച്ചയായിട്ടും എടുക്കും. പക്ഷെ 120 ലക്ഷ്യം. ഇതിനെ മറക്കണ്ട. ഇപ്പോൾ +6 ആയിരിക്കുന്നു. മാർക്കറ്റ് മുകളിലും താഴെയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. 2 പ്രാവശ്യം താഴെ ഇറങ്ങിയായിരുന്നു. അങ്ക് നിഫ്റ്റി -250. ഇൻഡെക്സ് ഗില്ലി പോലെ തൂക്കി വച്ചിരിക്കുന്നു. 3.1, ഷെൽ 0.1, വന്നിട്ട് -0.4, ആർമ -0.3. ഒരാളെ നോക്കിയാൽ ഇൻഫി ഇന്ന് ഗില്ലി പോലെ 4.5% കയറിയിരിക്കുന്നു. മഹീന്ദ്ര 3.5%, EVS 2.25% നമ്മൾ കൺസിഡർ ചെയ്യാനാണ്. സൈഡസ് ലൈഫ് സയൻസ് 2.3 ആണ്. പ്രോ 1 8% വരെ ഇറങ്ങിയിരിക്കുന്നു. നാറ്റ്കോ ഇതൊന്നും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. മുത്തൂട്ട് ഫിൻകോർപ്പ് 2% ഡൗൺ ആണ്. കല്യാൺ ജുവലേഴ്സ് 2% ഡൗൺ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1.6% ഡൗൺ. IDFC ബാങ്ക് 1% ഡൗൺ. ഒരാളെ നോക്കിയാൽ ആദ്യം നല്ല കാര്യങ്ങളെ കുറിച്ച് നോക്കാം. നിങ്ങളെല്ലാം വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നത്. വില വരെ ഇറങ്ങുന്നത് പോലെ ഇരിക്കുന്നു. അതായത് കച്ചാ എണ്ണയുടെ വില ഇരുന്നും കമേഴ്ഷ്യൽ LPGയിൽ ഞങ്ങൾ നഷ്ടപ്പെടുന്ന കാരണം ₹42 കയറ്റി. ഇതിൽ സിലിണ്ടർ ₹3,117.50. ഇത് വൈറ്റിൽ കിട്ടുന്നത് പോലെ അല്ല, ബ്ലാക്കിലാണ് കിട്ടുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലൊക്കെ എന്ത് പറയുന്നു എന്നാൽ ബിരിയാണിയുടെ വില 500 എന്ന്, ദോശയുടെ വില 150 എന്നാണ് പറയുന്നത്. ലൻസ് പോലത്തെ ഹോട്ടലിലൊക്കെ ₹100 കഴിഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ പോയി ഒരുപാട് ദിവസമാകുന്നു. ₹100 ദോശ. ഒരു ഇഡ്ഡലിയുടെ വില ₹25. ഇതൊക്കെ പറയണത് വിലവാശി കയറിയില്ല എന്നാണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ചെറിയ ചെറിയ കടകളൊക്കെ മൂടിക്കൊണ്ടാണ് ഇരിക്കുന്നു. ഇന്ന് വലുതായിട്ട് എല്ലാം എടുത്ത് മൂടേണ്ട സ്ഥിതി വരും. അഫ്സി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാവണം. അതൊരു ₹7 ഇരിക്കുന്നു. ₹50 ₹60 ദോശ ഇട്ടാൽ ആര് വാങ്ങും? ഇനി ഒരു ഗുഡ് ന്യൂസ്. ഇനി ഒരുപാട് ആൾക്കാരനെ ജോലി വിട്ട് അയക്കണം. കച്ചായന ലോകത്തിൽ വില ഇറങ്ങുന്ന സമയം ₹50 LPG വിലയിനെ ഏറ്റിവിട്ടിരിക്കുന്നു. മാസത്തിലുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്ന് ബോംബിട്ടിരിക്കുന്നു. ഇറാൻ ന്യൂക്ലിയർ അറ്റാക്ക് അങ്ങനെ നിന്നിരിക്കുന്നു. ഇസ്രായേൽ വന്നിട്ട് ലെബനോണിൽ ഗുണ്ടിട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇറാൻ ശരി പോയാ എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. ഓയിൽ പ്രൈസ് വന്നിട്ട് 93 കഴിഞ്ഞു പോകുന്നു. ഇസ്രായേൽ ഹിസ്ബുൽ കോമ്പറ്റീറ്റ് ആയിരിക്കുന്നു. ഇഷ്ടങ്ങൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. സോ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷന് ഇറാനിൽ പ്രോബ്ലം സോൾവ് ആകുന്നത് പോലെ ഇല്ല. ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നാൽ ഫ്യൂൽ എക്സ്പോർട്ട് ഡ്യൂട്ടിനെ കട്ട് ചെയ്ത് വളരെ മാർജിനെ നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ലോയർ എക്സ്പോർട്ട് ടാക്സസ് വന്ന് IOC, BHPCL, PCL, നൈര ഒക്കെ പോപ്പുലറാണ്. അമേരിക്ക എന്ത് പറയുന്നു എന്നാൽ ഫോണിട്ട് ജീരെടുത്ത് 18% ടാരിഫ് സമ്മതിക്കാൻ പറഞ്ഞിരിക്കുന്നു. ടാരിഫ് അങ്ങനെ പോസിബിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജീരെടുത്ത് 18% പറഞ്ഞിരിക്കുന്നു. ജി ഇടാമ വേണ്ടാമ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിക്കുന്നു. ഇവർ കൂടെ ഉള്ള സംസാരമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ ഡിമാൻഡ് 70% താഴെ വന്നിരിക്കുന്നു. ഡ്യൂട്ടി ഹൈക്ക് എന്നാണ് എല്ലാവരും സന്തോഷപ്പെടുന്നു. പക്ഷെ സത്യത്തിൽ അതല്ല കാരണം. ഒരുപാട് ആൾക്കാർക്ക് ജോലിയില്ല. ബക്കുരിമി ജോലിയുടെ ആവശ്യങ്ങളുണ്ടെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഗൾഫിലിരുന്നു, പാകിസ്ഥാനിലിരുന്നു, പിന്നെ നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശിലും ഇരുന്നു, പിന്നെ ശ്രീലങ്കയിലിരുന്നു സ്വർണം വന്നുകൊണ്ടേയിരിക്കുന്നു. സംസാരിച്ചറിഞ്ഞ സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് കയറി. ഡോളേഴ്സൊക്കെ മാർജിൻ പ്രഷറിൽ വളരെ കഷ്ടപ്പെടുന്നതായിട്ട് പറയുന്നു. റീറ്റെയിൽ ഓണർഷിപ്പ് സ്റ്റോക്സ്, അതായത് FIA വാങ്ങിയില്ല, റീറ്റെയിൽ വാങ്ങിയില്ല, പ്രൊമോട്ടർ വിൽക്കുന്നു. ഇപ്പോൾ ആരാണ് ആടെന്ന് നോക്കിയാൽ ഒരേ ആട് തന്നെ. ആ ആട് ബലിക്ക് ചെല്ലുന്നത് മ്യൂച്വൽ ഫണ്ടിൽ കാശിട്ടിരിക്കുന്ന ആളാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇത് കാരണം വളരെ പാടായിട്ടിരിക്കുന്നു. നിയോൾ ടാറ്റ എന്ത് പറയുന്നു എന്നാൽ ഇപ്പോൾ ചെയർമാൻ ആരെന്ന് കുറിച്ച് സംസാരിക്കാൻ സമയം വന്നില്ല. മീറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടം എന്തിനാണെന്ന് മനസ്സിലാവാൻ പറ്റുന്നില്ല. ഈ അൺറിസോൾവ് സ്ട്രാറ്റജിക് റിസോഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് ഇട്ട് സംസാരിക്കാൻ എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 6 മണി നേരം കൊണ്ട് എന്തുകൊണ്ട് ലോസ് ആയെന്ന് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ 2 കമ്പനികൾ, അതായത് എയർ ഇന്ത്യയിലും ബിഗ് ബാസ്ക്കറ്റിലും ഞാൻ ഒരുപാട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നും ഫീഡ്ബാക്ക് കൊടുക്കാൻ ഒരുപാടുണ്ട്. ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ കഷ്ടപ്പെടുന്നു. നമ്മൾ നോക്കി പതിയെ സംസാരിക്കാം എന്ന് പറയുന്നു. അതേസമയം നമ്മൾ ട്രെൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് പറഞ്ഞു എന്നാൽ 2026 വന്നിട്ട് 19,701 crore 1,286,000 കാരണവും ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ 10% റവന്യൂ, അതായത് 10 മടങ്ങ് റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റുഡിയോ, വെബ്സൈറ്റ് ആൻഡ് സ്റ്റോക്ക് ബസാർ എല്ലാത്തിലും ഞങ്ങൾ മാർക്കറ്റ് ഷെയറിനെ കയറ്റിയിട്ടേ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഫോ, ടാറ്റ ടിയാഗോ ബയാസ് 4 പേർ ടിയാഗോ വാങ്ങാൻ വരുവാണെങ്കിൽ 25% EV വാങ്ങുന്നു, 25% CNG വെറൈറ്റി വാങ്ങുന്നു. അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. മീതി 50% തന്നെ പെട്രോൾ എന്ന് പറയുന്നു. 75,000 ഇലക്ട്രിക് വെഹിക്കിൾ ഞങ്ങൾ വിറ്റു. ഈ ടിയാഗോയിൽ എന്നതിന് ടാറ്റ വച്ചിരിക്കുന്നു.
EV ടു വീലർ സെയിൽസ് 60% ജമ്പായിരിക്കുന്നു. 1.64 യൂണിറ്റ്സിൻ്റെ മേളിൽ അത് വിറ്റു. TVS നമ്പർ 1, ബജാജ് നമ്പർ 2, ഏത്തർ നമ്പർ 3, ഹീറോ നമ്പർ 4. ഷോലാക്കാണോ? ഷോലാർ മാർക്കറ്റ് ഷെയർ ഇന്ന് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്ന് 2 രൂപയ്ക്ക് ഷെയർ വരും എന്നാണ് ചോദ്യം ഇവിടെ. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ മെത്തേഡ്സ് എന്ത് ചെയ്യുന്നു എന്നാൽ ഫിനാൻസ് ബിസിനസ്സിനെ വലുതാക്കുന്നു. നമ്മൾ ഡിമാൻഡ് സൈക്കിളായി തിരിക്കും. ഫിനാൻസും കൊടുത്ത് അഡ്സിനെ വേണമെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയ്ത് മേക്കപ്പ് ചെയ്യും എന്നാണ് പറയുന്നു. ആവശ്യമുള്ള ടേൺ ഓവർ അവർ മേക്കപ്പ് ചെയ്യും. സൈഡസിന്റെ ബൈബാക്ക് വന്നിട്ട് 1260 മെഷറാണ്. മാർക്കറ്റ് കയറിക്കൊണ്ടേ ഇരിക്കുന്നു. 1216 ക്യാച്ച് ആകുമോ എന്ന് നോക്കണം. ഇത് 2ാമത്തെ പ്രാവശ്യം റേറ്റ് കയറ്റിയിരിക്കുന്നത്. ഇത് കോൾഗേറ്റ്. ഇത് ഒരുപാട് ദിവസത്തിന് മുമ്പ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. 10 ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നു ഈ പെട്രോൾ വില എങ്ങനെയാണ് കോൾഗേറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന്. രാവിലെ എളിച്ച് നോക്കുമെങ്കിൽ കോൾഗേറ്റ് കാണുമെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഈ ടൂത്ത് ബ്രഷിൽ എങ്ങനെയൊക്കെയാണ് പ്ലാസ്റ്റിക് ഒക്കെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വിലവാശി കയറാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെ ഞാൻ മൈലാപ്പൂരിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞു. ഇവിടെയും ഞാൻ പറഞ്ഞെന്നാണ് തോന്നുന്നു. ഇന്ന് കോൾഗേറ്റ് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് വില ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റൂല, 5% കയറ്റാൻ പോകുന്നു. എന്തെന്ന് വെച്ചാൽ ഈ റാ മെറ്റീരിയൽ, ലോജിസ്റ്റിക്സ്, പിന്നെ ഈ പാക്കേജിങ് കോസ്റ്റ് ഒക്കെ കയറിയിരിക്കുന്നു. FMCG എന്ത് പറയുന്നു എന്നാൽ എല്ലാ സാധനങ്ങളുടെ വില ഏറി. അങ്ങനെ വന്നിട്ട് കൺസ്യൂമറിന് പുഷ് ചെയ്യണതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. യെസ് ബാങ്കും NDFCCയും നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയുന്നു. ബട്ട് ഇതിൽ എന്താണ് പ്രോബ്ലം എന്നാൽ ബാങ്കിൽ സെക്യൂരിറ്റീസിനെ ഇപ്പോൾ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് കാരണം യെസ് ബാങ്ക് റിക്കവറിയിൽ വളരെ ഏർലി സ്റ്റേജിലാണ് ഇരിക്കുന്നത്. TCSനെ ഇടയ്ക്ക് വന്നിട്ട് റോയൽ ബാങ്ക് ഓഫ് കനഡ ഏഷ്യൻ്റെക്ക് കയ്യെ വിട്ട് പോയെന്ന് ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. TCS അങ്ങനെ ഒന്നും അല്ല, ഞങ്ങൾ ഫുൾ കൺട്രോളിലാണ് ഇരിക്കുന്നു എന്ന് പറയുന്നു. പ്രോസസ് എന്ത് പറയുന്നത് എന്നാൽ ഞങ്ങൾ അയക്കേണ്ട ആൾക്കാരൊക്കെ അയച്ചു, ഇപ്പോൾ ആളെടുക്കുന്നതില്ല. പ്രൊഡക്ടിവിറ്റി കാരണം ഞങ്ങൾ ആളെ ജോലിക്ക് അയക്കത്തില്ല. ഉള്ളി ഞങ്ങൾ ഗ്രോത്തിനാണ് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഇന്ത്യയിലെ ടെക്നോളജി ഫോംസ് ഒക്കെ ഹയർ ചെയ്യുന്നത് ഇപ്പം 3 വർഷത്തിന് ലോയറിൽ ചെന്നിരിക്കുന്നു. ഷിഫ്റ്റാണ് ഇതിന് കാരണമെന്ന് അവർ പറയുന്നു. ഇത് ബേഷയാത്ര എന്ത് ചെയ്തിരിക്കുന്നത് എന്നാൽ ടൈലർ മോറിസൺ എന്ന് പറയുന്ന ബിൽഡറിന് $8.5 ബില്യൺ ക്യാഷാ കൊടുത്ത് അവർ വാങ്ങിയിരിക്കുന്നു. ഈ US ഹോം ബിൽഡറിൻ്റെ പേര് ടൈലർ മോറിസൺ. ടോട്ടല വാങ്ങിയിരിക്കുന്നു. ഇഗ്രേക്ക് CEO ആയ ശേഷം ഫസ്റ്റ് അക്യൂസിയേഷൻ ഇതാണ്. ടിക്കറ്റ് തന്നെ ചെഞ്ഞിരിക്കും, റിഷേറ്റ് കണ്ണത്തിരിട്ടുണ്ട് തന്നെ ചെയ്തിരിക്കും. അങ്ങനെ ഇരുന്നാലും ഫസ്റ്റ് അക്യൂസിയേഷൻ എന്നത് ഗ്ലോബൽ ഹൗസിംഗ് സ്റ്റേറ്റ്മെൻറ്റായി ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലും ഇറങ്ങിയിരിക്കുന്നു. സിംപ്ലി ബിക്കോസ് എന്ത് കാരണം എന്ന് വെച്ചാൽ വിലവാശി കയറിയിരിക്കുന്നു. സോ ലോകം ഫുള്ളും ജനങ്ങൾ വാടകയ്ക്ക് വിളിച്ച ഫോണെന്നും പറയുന്നു. അക്വ എന്തുകൊണ്ട് ഇറങ്ങി എന്നതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അക്വ എന്ത് പ്രോബ്ലം എന്നാൽ റിവിൽമെൻറ്റ് ഇരുന്നു. ഡിക്കുമായി, സൺഫാർമയ്ക്കുമായി, പിന്നെ സിപ്ലയ്ക്കുമായി അറ്റവരൊക്കെ മറ്റേ പ്രോഡക്റ്റ് മിക്സൊക്കെ റെഡി ചെയ്ത് വെച്ചായിരുന്നു. ഇവർ റെഡി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് സെമി ഗ്ലൂട്ടൈഡ് ആണ്. ലൈഫ് സയൻസിൻ്റെ ഒപ്പം ചേർത്ത് വിറ്റുകൊണ്ടിരിക്കുന്നു. എക്സ്പെക്ട് ചെയ്ത റേഞ്ചിനെ വിട്ട് ഇന്നും പോയില്ല. ഈ ബിഗ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ FD റിട്ടേൺസ് കൊടുക്കുന്നത് ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറയുന്നു. മെരി ലാസ്റ്റിലില്ല 2500 കോടി ക്യാഷ് വെച്ചിരിക്കുന്നു. ഇതിന് ഒരു ഇന്ത്യൻ അക്വിസിഷന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം പ്രോഫിറ്റ് 750 1000 കോടി തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം റെവിൽമെൻറ്റിൽ വരാൻ പോകുന്ന പ്രോഡക്റ്റ് 10 കൊല്ലം തന്നെ അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നല്ലൊരു സമയമാണ്, കൺസിഡർ ചെയ്യാൻ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വർഷം ഫുള്ള് നീറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഏതൊരു പ്രൊമോട്ടറും ഫീഡ്ബാക്ക് തരത്തില്ല. PC52 വീക്കിലോ ഉടച്ച് ചെന്നിരിക്കുന്നു. ആരൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും കൺസിഡർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ
എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇതുമൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.